ഇന്ത്യൻ നേവിയിൽ മെഡിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്. അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് സൈറ്റിൽ നാളെ 29 മാർച്ച് മുതൽ അവൈലബിൾ ആണ്. ഇതിനു വേണ്ടി നിങ്ങൾ ഇന്ത്യൻ നേവിയുടെ സൈറ്റിൽ പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. ഇതിൻ്റെ മൂന്നാമത്തെ കോളം SSR മെഡിക്കൽ എന്ന് കിടക്കുന്ന അതിൻ്റെ നേരെ നിങ്ങൾക്ക് കാണാം ആപ്ലിക്കേഷൻ വിൻഡോ ഫോർ SSR മെഡിക്കൽ അസിസ്റ്റൻറ്റ് ലൈവ് ഫ്രം 29 മാർച്ച് ടു 10 ഏപ്രിൽ. ഇതിൻ്റെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഡൗൺലോഡ് ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിലുണ്ട്. നിങ്ങളതിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷയിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫോം കിട്ടും. ഇതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളാരും പാഴാക്കാതിരിക്കുക. എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് എത്രയും വേഗം ഇതിൻ്റെ ആപ്ലിക്കേഷൻ റെഡി ചെയ്ത് നാളെ, അതായത് 29 ഓപ്പൺ ആകുമ്പോൾ തന്നെ അപ്ലൈ ചെയ്യാൻ റെഡിയാകുക. അൺമാരീഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ +2 സയൻസ് ഗ്രൂപ്പ്, ദാറ്റ് മീൻസ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എടുത്ത് പഠിച്ചവരായിരിക്കണം. അവർ 50% മാർക്കിൽ ജയിച്ചവരും ഈ ഓരോ സബ്ജക്റ്റിനും അറ്റ്ലീസ്റ്റ് 40% മാർക്ക്, മിനിമം 40% ഈച്ച് സബ്ജക്റ്റ് സ്കോർ ചെയ്തുള്ളവർക്കുമാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഏജ് ലിമിറ്റ്, ഇത് 2 ബാച്ചിലായിട്ടാണ് ഇവർ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. ഏജ് ക്രൈറ്റീരിയ 2 ബാച്ചിലേക്കാണ് ഇവർ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. ഇതിൽ ഫസ്റ്റ് ബാച്ച് കാൻഡിഡേറ്റ് ഷുഡ് ബി ബോൺ ബിറ്റ്വീൻ 1 സെപ്റ്റംബർ 2004 മുതൽ 29 ഫെബ്രുവരി 2008 വരെയുള്ളത് ഫസ്റ്റ് ബാച്ചും, രണ്ടാമത്തെ ബാച്ച് 1 ജൂലൈ 2025 മുതൽ 31 ഡിസംബർ 2008 ഇതിനുള്ളിൽ ജനിച്ചവരായിരിക്കണം. ഈ ഫസ്റ്റ് ഡേറ്റ്, അതായത് സെപ്റ്റംബർ 1 29 ഫെബ്രുവരിയും ഇൻക്ലൂസീവാണ്. അതായത് അന്ന് ജനിച്ചവർക്കും ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഏജ് ക്രൈറ്റീരിയ. ഇത് നിങ്ങൾ നന്നായിട്ട് നോക്കണം. ഈ ഏജ് ലിമിറ്റിലുള്ളവർക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അടുത്തത് പേ ആൻഡ് അലവൻസ്. ഇതിൻ്റെ നിങ്ങളുടെ ട്രെയിനിങ് പീരീഡിൽ നിങ്ങൾ വൺസ് സെലക്ട് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രെയിനിങ് പീരീഡിൽ സ്റ്റൈഫൻഡോടുകൂടി നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അതായത് 14,600 പെർ മന്ത് നിങ്ങൾക്ക് സ്റ്റൈഫൻഡ് കിട്ടുന്നതാണ്. വൺസ് നിങ്ങളിത് സക്സസ്ഫുള്ളി നിങ്ങളുടെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവരുടെ ഡിഫൻസിൻ്റെ പേ മാട്രിക്സിൽ 3rd ലെവലിലാണ് പോസ്റ്റ് കിട്ടുന്നത്. പേ സ്കെയിൽ, അതായത് 21,700 to 69,100 വരെയാണ് ഇവരുടെ സാലറി. അതിനോടൊപ്പം അലവൻസുകളും ഉണ്ട്. അതോടൊപ്പം വളരെയധികം ആനുകൂല്യങ്ങളും ഒക്കെ കിട്ടുന്നതാണ് നേവിയിലെ ജോലി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ ട്രെയിനിങ് പീരീഡിൽ കംപ്ലീറ്റ് ഫ്രീ ആണ്. ബുക്സ്, ഫുഡ്, അക്കോമഡേഷൻ എല്ലാം ഫ്രീ ആണ്. അതിനോടൊപ്പം വൺസ് നിങ്ങൾ സെലക്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെൻഷൻ, ചിൽഡ്രൻ, എവറിത്തിങ്, ഹൗസ് റെൻറ്റ്, ട്രാവൽ അലവൻസ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതിനോടൊപ്പം ഇൻഷുറൻസ് കവറേജ് 75 lakhs ഇൻഷുറൻസ് കവറേജും ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ എല്ലാ രീതിയിലും ഒരു നല്ല ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾ കഴിവതും സ്റ്റുഡൻസ് ഇത് അപ്ലൈ ചെയ്യുക. അടുത്തത് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സാണ്. ഇത് 2 സ്റ്റേജായിട്ടാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ഒരു എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്. ഇന്ത്യൻ നേവി എൻട്രൻസ് എക്സാം കണ്ടക്ട് ചെയ്യുന്ന ഫസ്റ്റ് എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്. ഇതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്ക് സെക്കൻഡ് എൻട്രൻസ് ടെസ്റ്റും ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഫസ്റ്റ് എൻട്രൻസ് ടെസ്റ്റ്, അതായത് 2 ബാച്ചുണ്ട്. ഒന്ന് 2025 അടുത്തത് 2026. ഇങ്ങനെ 2 ബാച്ചാണുള്ളത്. ഈ 2 ബാച്ചിനും ഒരേ സമയം മെയിൽ, ഡേറ്റ് ഇവിടെ പറയുന്നില്ല, മെയിലാണ് എക്സാം നടക്കുന്നത്. ഈ വരുന്ന 2025 മെയിലാണ് ഫസ്റ്റ് എൻട്രൻസ് ടെസ്റ്റ് നടത്തുന്നത്. ഇതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തപ്പെട്ടവരെയാണ് സെക്കൻഡ് എൻട്രൻസ് ടെസ്റ്റിന് വേണ്ടി കോളപ്പ് ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് ബാച്ചിനും സെക്കൻഡ് ബാച്ചിനും സെപ്പറേറ്റ്ലി ആയിരിക്കും, അതായത് ഒന്നിച്ച് ആയിരിക്കില്ല. ആദ്യത്തെ സ്റ്റേജ് 1 പോലെയല്ല, സെപ്പറേറ്റ്ലി ആണ് 2 പേർക്കും എൻട്രൻസ് ടെസ്റ്റ് നടക്കുന്നത്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആകുന്നത് 29-ാം തീയതി ഏർലി മോർണിംഗ് മുതൽ ഏപ്രിൽ 10-ാം തീയതി 5 മണി വരെയാണ് ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആകുന്നത്. അപ്പോൾ ഓപ്പൺ ആകുമ്പോൾ നിങ്ങൾ എത്രയും വേഗം നിങ്ങൾക്ക് സാധിക്കുന്നവരെല്ലാം അപ്ലൈ ചെയ്യണം. ലാസ്റ്റ് മൊമെൻറ്റ് വരെ ഇത് വെയിറ്റ് ചെയ്യാതിരിക്കുക. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഏപ്രിൽ 10 ഇതിൻ്റെ ആപ്ലിക്കേഷൻ വിൻഡോ ക്ലോസ് ചെയ്യും. പിന്നെ ഒരു 3 ദിവസം കറക്ഷൻ വിൻഡോ
വിൻഡോ ആയിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കിട്ടും. ജസ്റ്റ് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഇൻറ്റൻഷൻ. ദെൻ എക്സാം മെയ്യിലാണ്. റിസൾട്ട് ഡിക്ലറേഷനും മെയ്യിൽ തന്നെയാണ്. ഈ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതാണ് ഇവരുടെ സൈറ്റിൽ joinindiannavy.government.in ഇതിൻ്റെ അകത്ത് സൈറ്റ് ചെയ്യുന്നതാണ്. സോ അങ്ങനെ നിങ്ങൾക്ക് അതിൽ നിന്ന് അറിയാൻ സാധിക്കും. അടുത്തത് ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ഞാൻ കാര്യം ഓൾറെഡി പറഞ്ഞു. ഇതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്കാണ് സെക്കൻഡ് സ്റ്റേജിലുള്ള എക്സാം എഴുതാൻ സാധിക്കുന്നത്. ഇതിൻ്റെ കട്ട് ഓഫ് മാർക്കും കാര്യങ്ങളും ഒക്കെ സ്റ്റേറ്റ് വൈസിലാണ് വരുന്നത്. ഓരോ സ്റ്റേറ്റിലും അലോക്കേറ്റ് ചെയ്തേക്കുന്ന വേക്കൻസി ഉണ്ട്. അതനുസരിച്ചാണ് പല സ്റ്റേറ്റിനും അപ്പ് ആൻഡ് ഡൗൺ വരും, കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. അപ്പോൾ അതിൻ്റെ കട്ട് ഓഫ് ഈച്ച് സ്റ്റേജിൽ ഡിഫറൻ്റ് ആണ്. അടുത്ത ഇതിൻ്റെ എക്സാമിനെ കുറിച്ച് പറയാം. ഫസ്റ്റ് എൻട്രൻസ് ടെസ്റ്റ് നടത്തുന്നത് മെയിലാണെന്ന് നമ്മൾ പറഞ്ഞു. ഇതിന് MCQ ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 100 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഒരു ക്വസ്റ്റിന് 1 മാർക്ക് വെച്ചാണുള്ളത്. നിങ്ങൾ അതിന് നെഗറ്റീവ് മാർക്സ് ഉണ്ട്. 0.25 ആണ് അതിൻ്റെ ഈച്ച് റോങ് ആൻസറിന് ഡിഡക്റ്റ് ആകുന്ന മാർക്ക്. ഇതിൻ്റെ സിലബസ് ഇത് 2 ഭാഷയിലുണ്ട്. ഇംഗ്ലീഷിലും ഹിന്ദിയിലും നിങ്ങൾക്ക് എക്സാം എഴുതാവുന്നതാണ്. ഇതിലേതെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ സിലബസ് ഇംഗ്ലീഷ്, സയൻസ്, ബയോളജി ആൻഡ് ജനറൽ അവയറൻസ്. ഇംഗ്ലീഷ്, സയൻസ്, ബയോളജി ആൻഡ് ജനറൽ അവയറൻസ് ആണ് ഇതിൻ്റെ സബ്ജക്റ്റുകൾ. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ സിലബസും പ്രീവിയസ് ക്വസ്റ്റ്യൻസും എല്ലാം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവരുടെ സൈറ്റിൽ, അതായത് www.joinindiannavy.government.in ഈ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഈ എക്സാം 1 hour ഡ്യൂറേഷൻ ഉള്ള എക്സാമാണ്. ഇത്രയാണ് എക്സാമിൻ്റെ ഒരു ക്രൈറ്റീരിയ. അടുത്തത് എക്സാം ഫീ 550 രൂപയാണ് എക്സാം ഫീ. അതിനോടൊപ്പം GST 18% GST ആഡ് ചെയ്ത് കൊടുക്കണം. ഈ എക്സാം ഫീ നോൺ റീഫണ്ടബിൾ ആണ്. ഇനി സെക്കൻഡ് സ്റ്റേജ് എക്സാമിനേഷനും മെഡിക്കലും ഉണ്ട്. സെക്കൻഡ് സ്റ്റേജ് എക്സാമിനേഷന് ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തവരെയാണ് എന്ന് ഓൾറെഡി പറഞ്ഞു. അതിനുശേഷം ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും പിന്നെ മെഡിക്കൽ ഫിറ്റ്നസ് നോക്കും. ഫിസിക്കൽ ഫിറ്റ്നസ് ഇതിൻ്റെ അകത്ത് നോക്കും. ഫിസിക്കൽ ഫിറ്റ്നസ്സിലും കൂടെ സക്സസ് ആയവർക്കാണ് സെക്കൻഡ് സ്റ്റേജിൽ എക്സാം എഴുതാൻ സാധിക്കുന്നത്. അപ്പോൾ ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ഫിസിക്കൽ ഫിറ്റ്നസ്സിൻ്റെ അകത്ത് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. അതെല്ലാം നിങ്ങൾ ഫുൾഫില്ല് ചെയ്താലാണ് നിങ്ങൾ ഇതിൽ സക്സസ് ആകുന്നത്. അതിൻ്റെ അകത്ത് 1.6 കിലോമീറ്റർ റണ്ണിങ്, അതിൻ്റെ അകത്ത് 1.6 കിലോമീറ്റർ റണ്ണിങ് വിതിൻ 6 minutes 30 seconds. ഈ സമയത്തിനുള്ളിൽ 1.6 കിലോമീറ്റർ റൺ ചെയ്യാൻ ഓടണം. പിന്നെ സ്ക്വാട്സ്, അതായത് 20 സ്ക്വാട്സ്, പുഷപ്പ് 15 പുഷപ്പ്, 15 ബെൻഡ് നീ സിറ്റപ്പ് അത് 15. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന സ്റ്റുഡൻസിന് ഒക്കെ ഇതൊക്കെ കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഇതിനെല്ലാം നിങ്ങൾക്ക് എലിജിബിലിറ്റി വേണം. ഇല്ലേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് മെഡിക്കലിന് ഫിസിക്കൽ ഫിറ്റ്നസ്സിന് പോകുന്നതിന് ഇപ്പുറം നിങ്ങളത് എലിജിബിൾ ആയിരിക്കണം. അപ്പോൾ ഫിസിക്കൽ ഫിറ്റ്നസ്സിനൂടെ പാസ്സായവർക്കാണ് സെക്കൻഡ് സ്റ്റേജിലേക്കുള്ള എൻട്രൻസ് ടെസ്റ്റ് എഴുതാൻ സാധിക്കുന്നത്. അതോടൊപ്പം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്പോൺസർ കാൻഡിഡേറ്റ്സ്, NCC സർട്ടിഫിക്കേഷൻ ഹോൾഡർ കാൻഡിഡേറ്റ്സ് എന്നിവർക്ക് ഫസ്റ്റ് സ്റ്റേജിലെ എക്സാം അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. പക്ഷേ ഇവരുടെ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്ത് ഒറിജിനൽ ആണെന്ന് അറിഞ്ഞാൽ മാത്രമേ ഇവർക്ക് സെലക്ഷൻ കിട്ടത്തുള്ളൂ. ഇവരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് 2ാമത്തെ സ്റ്റേജിലെ എൻട്രൻസ് ടെസ്റ്റിന് ഡയറക്റ്റ്ലി കോളപ്പ് ചെയ്യുന്നതാണ്. സെക്കൻഡ് സ്റ്റേജിലെ എൻട്രൻസ് എക്സാം 100 മാർക്കിൻ്റെ തന്നെ സെയിം ആസ് ഫസ്റ്റ് സ്റ്റേജാണ്. 100 മാർക്സ് ആണ്, 100 ക്വസ്റ്റ്യൻസ് ആണ്, MCQ ക്വസ്റ്റ്യൻസ് ആണ്, 1 hour ആണ്. ഇതിനും 2 ലാംഗ്വേജിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്, ഹിന്ദിയിലുമുണ്ട്. ഇതിൻ്റെ സബ്ജക്റ്റ് ഇംഗ്ലീഷ്, സയൻസ്, ബയോളജി ആൻഡ് ജനറൽ അവെയർനെസ്. സെക്കൻഡ് സ്റ്റേജിൻ്റെ പ്രോസസ്സിൽ പ്രൊഫഷണൽ സെലക്ഷൻ ലിസ്റ്റ് സെപ്പറേറ്റ് ആയിരിക്കും. ഫസ്റ്റ് ബാച്ചിനും സെക്കൻഡ് ബാച്ചിനും സെപ്പറേറ്റ് ആയിരിക്കും. ഇനി മെഡിക്കൽ സ്റ്റാൻഡേർഡാണ്. ഇതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഇത് മെയിൽ കാൻഡിഡേറ്റ് ആയിരിക്കണം. ഇത് ട്രാൻസ്ജെൻഡർ അതൊന്നും സാധിക്കത്തില്ല. മെയിൽ കാൻഡിഡേറ്റ് തന്നെയായിരിക്കണം. മിനിമം ഹൈറ്റ് 157 സെൻറ്റിമീറ്റർ ആണ്. ഇത് മിനിമം ഹൈറ്റാണ്. ഇതിൻ്റെ താഴേക്കുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ടാറ്റു പെർമനൻറ്റ് ടാറ്റു ഒൺലി ഇന്നർ ഫേസ് ഓഫ് ദ ഫോറം, അതായത് കൈക്ക് അകത്തുള്ള ഈ ടാറ്റു മാത്രമാണ് പെർമിറ്റഡ്. വേറെ ഏതെങ്കിലും സൈറ്റിൽ ടാറ്റു ഉണ്ടെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട. കാരണം അത് അവർക്ക് റിജക്റ്റ് ആവും. അടുത്തത് നിങ്ങൾ അറിയേണ്ടത് മെഡിക്കലിന് പോകുന്നതിനൊപ്പം ഇയർ ക്ലീനിങ്, അങ്ങനെ ഡെൻ്റൽ ക്ലീനിങ് ഇങ്ങനെയെല്ലാം ചെയ്യണം.
ഇതിൻ്റെ നമ്മൾ പ്രധാനമായിട്ടും അറിയേണ്ട ഹൗ ടു അപ്ലൈ, എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് ബാച്ച് 1ലേക്കും ബാച്ച് 2ലേക്കും അപ്ലൈ ചെയ്യുന്ന ഓൺലൈൻ മാത്രമാണ്. ഇതിൻ്റെ ഇടയിൽ യാതൊരു ഏജൻറ്റും ഇല്ല എന്ന് അവർ സ്പെഷ്യലി മെൻഷൻ ചെയ്യുന്നുണ്ട്. ഒൺലി ഓൺലൈനാണ്. ഇത് വെബ്സൈറ്റിൽ നിങ്ങൾക്ക് നാളെ, അതായത് 29th ഏർലി മോർണിംഗ് ടു 10th ഏപ്രിൽ 5 മണി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് മൊമെൻറ്റ് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫോട്ടോഗ്രാഫ്സ് എടുക്കുമ്പോൾ ഇത് വളരെ ക്ലിയർ ആയിരിക്കണം, റീസെൻറ്റ് ഫോട്ടോഗ്രാഫും ആയിരിക്കണം. ഈ ഫോട്ടോഗ്രാഫ് 25 മാർച്ച് 25 എടുത്തതായിരിക്കണം. ബിഫോർ മാർച്ച് 25 എടുത്തത് അക്സെപ്റ്റ് ചെയ്യുന്നത് അല്ല. ഇതിൻ്റെ സൈസ് 10 KB to 50 KB ആണ്. അപ്പോൾ ഇത് നമുക്ക് ഫോട്ടോഗ്രാഫറൊക്കെ പറഞ്ഞാൽ അവർക്ക് അറിയാൻ സാധിക്കും. ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ് ഇതിന് വേണ്ടത്. ഇതിൻ്റെ ഒപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ബ്ലാക്ക് ബോർഡിൽ, ചെറിയൊരു ബ്ലാക്ക് ബോർഡിൽ നിങ്ങൾ ചെസ്റ്റ് ലെവലിൽ പിടിക്കണം. അതിൽ നിങ്ങളുടെ പേരും ഈ ഫോട്ടോഗ്രാഫ് എടുത്ത ഡേറ്റും ക്യാപിറ്റൽ ലെറ്ററിൽ ക്ലിയർ ആയിട്ട് ചോക്കും കൊണ്ട് മെൻഷൻ ചെയ്തിരിക്കണം. അതോടൊപ്പം നിങ്ങളുടെ ഫോട്ടോയിൽ നിങ്ങൾ നീറ്റായിരിക്കണം, ഷേപ്പൊക്കെ ചെയ്ത് നീറ്റായിട്ട് വേണം വരാനായിട്ട്. കാരണം നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഒരു ലൈവ് ഫോട്ടോഗ്രാഫ് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ആ ഫോട്ടോയും ഈ ഫോട്ടോയും ഒരുപോലെ ഇരിക്കണം. ഇല്ലെങ്കിൽ ഫോട്ടോ ക്ലിയർ അല്ല, ബ്ലേഡാണ്, ബ്ലാക്ക് ഷെയ്ഡൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ക്യാൻസൽ ആകും. സോ മറക്കണ്ട, ലാസ്റ്റ് ഡേറ്റ് 10th ഏപ്രിലാണ്. എത്രയും വേഗം നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുക. ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ഇത് മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഇത് ഫ്രീ ആയിട്ടൊക്കെ പഠിക്കാം. കാരണം പൈസയൊന്നും കൊടുത്ത് പഠിക്കാൻ സാധിക്കാത്ത ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്.